1995 സന്നിധാനത്തെ ആദ്യ പുറപ്പെടാശാന്തിയായി മാവേലിക്കര കണ്ടിയൂർ സ്വദേശി ഗോവിന്ദൻ നമ്പൂതിരി തെരഞ്ഞെടുക്കപ്പെടുന്നത്. തുടർന്നൊരു പൂർണ്ണവർഷം പുറപ്പെടാശാന്തിയായി സന്നിധാനത്ത് താമസിച്ച് അയ്യപ്പ സേവ ചെയ്തു. ദേവസ്വം ബോർഡിന്റെ സബ് ഗ്രൂപ്പ് ഓഫീസർ തസ്തികയിലേക്കുള്ള മത്സര പരീക്ഷ ജയിച്ചതിനെ തുടർന്ന് പിന്നീട് ശാന്തിവേലയിൽ നിന്നും ഭരണ നിർവഹണ ചുമതലയുടെ തിരക്കിലേക്കെത്തി. ഇപ്പോൾ മണിമംഗലം ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസറായിരിക്കെയാണ് ഈ തീർത്ഥാടന കാലത്ത് സന്നിധാനത്തെ രണ്ടാം നിയോഗം ഭണ്ഡാരം അസിസ്റ്റന്റ് ഓഫീസറുടെ രൂപത്തിൽ ഇദ്ദേഹത്തെ തേടിയെത്തിയിരിക്കുന്നത്. ഞാൻ മേശാന്തിയായിട്ട് ഇരുന്നതിന് ശേഷം ഞാനിപ്പോൾ ഇവിടുത്തെ അസിസ്റ്റൻ്റ് ഭണ്ഡാര സ്പെഷ്യൽ ഓഫീസറായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ ജോലി വളരെ നല്ല രീതിയിൽ നടക്കുന്നു. ശബരിമലയിലെ പ്രമുഖനായ മേൽശാന്തിയുടെ പദത്തിൽ നിന്ന് സന്നിധാനത്തെ രണ്ടാം നിയോഗം കേവലം ഒരു അസിസ്റ്റന്റ് ഓഫീസറുടെ തസ്തികയിലേക്കായതിൽ തനിക്ക് തെല്ലും വിഷമമില്ലെന്ന് ഇദ്ദേഹം പറയുന്നു. ദേവതുല്യനായ മേൽശാന്തി പദത്തിൽ ഇരുന്നയാൾ ഗുമസ്തനായി തിരിച്ചെത്തിയത് ലജ്ജാകരമാണെന്ന ചില സംഘടനകളുടെ ആക്ഷേപത്തിനും എല്ലാം അയ്യപ്പ നിയോഗമാണെന്ന ഒറ്റവാചകം മാത്രമാണ് ശബരിമലയിലെ ആദ്യ പുറപ്പെടാശാന്തിയുടെ മറുപടി. ഇതെല്ലാം അയ്യപ്പൻ്റെ ഒരു നിയോഗമല്ലേ? ഈശ്വരൻ ഓരോ കാലത്തും നിനക്ക് ഇന്നത് ചെയ്യണമെന്ന് വിധിക്കുന്നുണ്ട്. ആ വിധിയുടെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ ബാധ്യസ്ഥരാണ് നമ്മൾ ഏത് പ്രവൃത്തിയാണെന്ന് ശരിയാണ്. അങ്ങനെ ഒരു ഈശ്വര നിയോഗമായിട്ട് കിട്ടിയ ഒരു അവസരമായിട്ടാണ് ഞാൻ ഇങ്ങനെ കണക്കാക്കുന്നത്. RSPയുടെ ദേവസ്വം ജീവനക്കാരുടെ സംഘടനയായ എംപ്ലോയീസ് യൂണിയന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് ഗോവിന്ദൻ നമ്പൂതിരി. ഇപ്പോൾ സന്നിധാനത്ത് നിന്നും R. രാധാകൃഷ്ണൻ, ജയ്ഹിന്ദ് ന്യൂസ്.